ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ 250 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം. ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗമാണ് എപ്പിഗ്ലോട്ടീസ്. എപ്പിഗ്ലോട്ടീസ്. മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം എത്ര അടിയാണ്? മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം 30 അടിയാണ്. 30 അടി. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 98.6 ഫാരൻഹീറ്റ് ആണ്. 98.6 ഫാരൻഹീറ്റ് ആണ് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില. AK ഗോപാലന്റെ പട്ടിണി ജാഥയിൽ എത്ര അനുയായികൾ പങ്കെടുത്തു? 32 പേരാണ്. AK ഗോപാലന്റെ പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അനുയായികളുടെ എണ്ണം 32. കൊങ്കണി ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഇൻഡോ ആര്യൻ. കൊങ്കണി ഇൻഡോ ആര്യൻ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. ഏതിന്റെ പോഷക നദിയാണ് ജിൽജിത്ത്? സിന്ധു നദിയുടേതാണ്. സിന്ധു നദിയുടെ പോഷക നദിയാണ് ജിൽജിത്ത്. ഏത് സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ? ഒഡീഷയിലെയാണ്. ഒഡീഷയിലെ ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ. നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ചൂലന്നൂർ സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ്? മയിൽ. മയിലിന്റെ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ സങ്കേതം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 ആണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്. ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ്. ജയപ്രകാശ് നാരായണാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് മീമാസ്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം മീമാസ്. സൂര്യകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡാണ് സൂര്യകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സലീം അലിയാണ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സലീം അലി. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം IM വിജയനാണ്. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷ്.
ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ട്രോപ്പോസ്ഫിയർ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ജീവകം കെ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മാജുലിയാണ്. ആസാമിലെ മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം വരയാടാണ്. നീലഗിരി താർ എന്ന വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദിയാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ്? സിന്ധു നദി. കരിമഴ പെയ്യുന്ന ഗ്രഹം ശനിയാണ്. കരിമഴ പെയ്യുന്ന ഗ്രഹം ഏതാണ്? ശനി. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാലയാണ്. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാല. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി ആനന്ദ തീർത്ഥനാണ്. തമിഴ്നാട്ടില് വേദാരണ്യത്ത് സി രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദ തീർത്ഥൻ. പൊട്ടാസ്യം മൂലകത്തിന് കെ എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? കാലിയം. കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് പൊട്ടാസ്യം മൂലകത്തിന് കെ എന്ന പ്രതീകം ലഭിച്ചത്. കാലിയം. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം 1968. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം ഏതാണ്? 1968. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. മൂക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ കുമാരനാശാൻ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ ആരാണ്? കുമാരനാശാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിനോ അല്ലെങ്കിൽ എല്ലാവരും സന്തുഷ്ടരാകട്ടെ എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണുവാണ് ബോഡിറ്റെല്ല പെർട്ടുസിസ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു ബോഡിറ്റെല്ല പെർട്ടുസിസ്. തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ് തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴ. കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ലെപ്രെ. കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ലെപ്രെ. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയം. DNA-യുടെ പൂർണ്ണരൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA-യുടെ പൂർണ്ണരൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. ഫോസിലുകളില്ലാത്ത ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഫോസിലുകളില്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകൾ. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം GV രാജ പുരസ്കാരം. അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചെമ്പ്. ചെമ്പിൻ്റെ അയിരാണ് അസുറൈറ്റ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല
പാലക്കാടാണ്. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിലാണ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? കെൽവിൻ സ്കെയിൽ. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകൾ. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കറാണ്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവിയ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് K. ശ്രീകുമാറാണ്. ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് K. ശ്രീകുമാർ. ലസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചൽ. ലസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നെല്ലാണ്. ധാന്യവിളകളുടെ രാജാവ് നെല്ല്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. ഏതിൻ്റെ അയിരാണ്? ഗലീന. കറുത്തീയത്തിൻ്റെ അയിരാണ് ഗലീന. കറുത്തീയം. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ D ആണ്. വിറ്റാമിൻ Dയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. വൈറ്റ് പ്ലേഗ് ക്ഷയം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ്. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി ML ഗോവിന്ദൻ നായർ. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രിയാണ് ML ഗോവിന്ദൻ നായർ. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയ റൈസോബിയം. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? മധ്യപ്രദേശിലാണ്. റേവ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP R. ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP R. ശ്രീലേഖ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദിയാണ് വളപട്ടണം പുഴ. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി വളപട്ടണം പുഴ. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ വിബ്രിയോ കോളറെ. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറെ.
ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. നീൽ ദർപ്പൺ ഏത് തരം രചനയാണ്? നാടകമാണ്. നീൽ ദർപ്പൺ എന്നത് നാടകമാണ്. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം 1859. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച വർഷം 1859. ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ BN ധർ. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ BN ധർ. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ലെന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മണി മംഗലമാണ്. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മണി മംഗലം. കേരള സർക്കാർ അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. കേരള സർക്കാർ അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. രാജ്യത്തെ ഏറ്റവും കൂടുതൽ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് ആണ്. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് മണ്ണിനമാണ് ലാറ്ററൈറ്റ്. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ക്യാൻഡില. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ക്യാൻഡില. കത്തുന്ന അടുപ്പിൻ്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഏതിനം താപപ്രേഷണം കാരണമാണ്? വികിരണമാണ്. കത്തുന്ന അടുപ്പിൻ്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഏതിനം താപപ്രേഷണം കാരണമാണ്? വികിരണം. ചെങ്ങറ ഭൂസമരം ആരംഭിച്ച വർഷം 2007. ചെങ്ങറ ഭൂസമരം ആരംഭിച്ചത് 2007. ചെങ്ങറ ഭൂസമരം അവസാനിച്ച വർഷം 2009. ചെങ്ങറ ഭൂസമരം അവസാനിച്ചത് 2009. കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വറാണ്. കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ. റോമാക്കാരുടെ പാതാളദേവന്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹം പ്ലൂട്ടോയാണ്. റോമാക്കാരുടെ പാതാളദേവന്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഗോതമ്പിൻ്റെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്. മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? പച്ച. മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ പച്ച നിറത്തിൽ കാണപ്പെടും. മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? കറുപ്പ്. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച വർഷം 1998. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഭാരത സർക്കാർ അംഗീകരിച്ച വർഷം 1998. ചാലിയാറിൻ്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറിയാണ് മാവൂർ ഗോളിയോർ റയോൺസ്. മാവൂർ ഗോളിയോർ റയോൺസ്. മുലപ്പാൽ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പ്രോലാക്റ്റിൻ. മുലപ്പാൽ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ആഗോള താപനം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വാലസ് സ്മിത്ത് ബ്രോക്കർ. ആഗോള താപനം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വാലസ് സ്മിത്ത് ബ്രോക്കർ. ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ ആണ്. ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ. ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ച ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനാണ് എർവിൻ ഷ്രോഡിംഗർ. എർവിൻ ഷ്രോഡിംഗർ.
ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ഏത് ശാസ്ത്രജ്ഞനാണ് ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്? ജെ തോംസൺ ആണ്. ഏത് ശാസ്ത്രജ്ഞനാണ് ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്? ജെ തോംസൺ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത് ഷാ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് 1950 ജനുവരി 24. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശമാണ് ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ. പട്ടുനൂൽ വ്യവസായത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കർണാടക. പട്ടുനൂൽ വ്യവസായത്തിൽ 1-ാമതുള്ള സംസ്ഥാനം കർണാടക. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് പീറ്റ് മണ്ണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ബാലാമണി അമ്മ. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിതയാണ് ബാലാമണി അമ്മ. ഹൈപ്പർമെട്രോപ്പിയ ഏതവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണ്. കണ്ണിനെ ബാധിക്കുന്നതാണ് ഹൈപ്പർമെട്രോപ്പിയ. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. റദ്ദാക്കിയത് റിപ്പൺ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമമാണ് വയലാർ. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനമാണ്. വൃത്താന്ത പത്രപ്രവർത്തനം. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പൊയ്കയിൽ യോഹന്നാൻ. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ല്. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യമേതാണോ? നോർവേ ആണ്. നോർവേ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയാണ് എറണാകുളം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് 3:2. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം സ്ഥിതികോർജമാണ്. സ്ഥിതികോർജം. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഗാദർ ബങ്കർ എന്നിവ? എക്കൽ മണ്ണിൻ്റെ വകഭേദങ്ങളാണ് ഗാദർ ബങ്കർ എന്നിവ.
പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയതാരാണ്? ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയത്. ലിട്ടൺ പ്രഭു. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്നാണ്? 1891 ജനുവരി 1 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം 1875. തിരുവിതാംകൂറിൽ ആദ്യത്തെ ആധുനിക സെൻസസ് നടന്നത് 1875 ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ഗിരിജ വ്യാസ്. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ശങ്കര സുബ്ബയ്യറാണ്. ശങ്കര സുബ്ബയ്യർ. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കണ്ണൂരാണ്. കണ്ണൂർ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയത്താണ്. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമന. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമന. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം മഗ്നീഷ്യം. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യമാണ് ക്ലോറല്ല. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ക്ലോറല്ല. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ്. കീർത്തി മന്ദിർ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിളയാണ് പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ, പരുത്തി. ഷീ ടാക്സി ആരംഭിച്ച വർഷം? ഷീ ടാക്സി പദ്ധതി ആരംഭിച്ചത് 2013 2013. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ബെൻ കിങ്സ്ലി ആണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ബെൻ കിങ്സ്ലി. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി തെർമോലൂമിനസെൻറ്റ്. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് തെർമോലൂമിനസെൻറ്റ്. ആദ്യ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. ആദ്യ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ് ഏതാണ്? ഒറ്റപ്പാലം. കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ടൂറിംഗ് അവാർഡ്. കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ടൂറിംഗ് അവാർഡാണ്. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത DK പട്ടമാളാണ്. DK പട്ടമാളാണ് സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസാണ്. പിങ് പോങ് എന്നറിയപ്പെടുന്നത് ടേബിൾ ടെന്നീസ്. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോന്തിയാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരുവാണ്. ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സോജില ചുരം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയനാണ് AR റഹ്മാൻ. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ സ്ഥാപകൻ ആൽഫ്രഡ് ജോർജ് ബേക്കർ. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ സ്ഥാപകനാണ് ആൽഫ്രഡ് ജോർജ് ബേക്കർ. ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. ഇന്ത്യൻ പാസ്പോർട്ടിലെ ഡിജിറ്റുകളുടെ എണ്ണം 8.
പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം 10. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ ഏത് സംസ്ഥാനത്താണ്? ദിബ്രു സൈഖോവ ബയോസ്ഫിയർ ആസാമിലാണ്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടന്ന വർഷം 1934. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടന്ന വർഷം 1934. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗമാണ് റോട്ടർ. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം റോട്ടർ. വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ചലനമാണ് ദോലനം. വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ചലനം ദോലനം. ലാഹ ഗോപാലൻ്റെയും സലീന പ്രക്കാനത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്ന 5000-ഓളം പേർ പങ്കെടുത്ത സമരമാണ് ചേങ്ങറ ഭൂസമരം. ലാഹ ഗോപാലൻ്റെയും സലീന പ്രക്കാനത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്ന 5000-ഓളം പേർ പങ്കെടുത്ത സമരമാണ് ചെങ്ങറ ഭൂസമരം. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. 1926 ഏത് മാസികയിലാണ് EMSൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്? പാശുപതം എന്ന മാസികയിലാണ്. 1926 ഏത് മാസികയിലാണ് EMSൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്? പാശുപതം. ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നാനാവതി കമ്മീഷനാണ്. നാനാവതി കമ്മീഷൻ. ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് വ്യവസ്ഥയെയാണ്? ശ്വസന വ്യവസ്ഥയാണ്. ശ്വസന വ്യവസ്ഥ. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? കാവേരി നദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് എയർപോർട്ട് രാജീവ് ഗാന്ധി എയർപോർട്ട് ഹൈദരാബാദാണ്. രാജീവ് ഗാന്ധി എയർപോർട്ട് ഹൈദരാബാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് എയർപോർട്ട്. മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം അറിയപ്പെടുന്നത് ഫുൾമിനോളജി. മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ഫുൾമിനോളജി. സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി രാത്രിമഴ. സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് രാത്രിമഴ. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ്. റഡാർ എന്നതിൻ്റെ പൂർണ്ണരൂപം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 200 രൂപ നോട്ടിൽ മുദ്രണം ചെയ്തിരിക്കുന്ന സാജി സ്തൂപം ഏത് മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബുദ്ധമതമാണ്. ബുദ്ധമതം. ആരുടെ രചനയാണ് പ്രിസൺ ഡയറി? ജയപ്രകാശ് നാരായണൻ്റെ രചനയാണ് പ്രിസൺ ഡയറി. തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? ക്രമരഹിത ചലനമാണ് തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ ചലനം. തക്കാളി, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. തക്കാളി, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്. മലയാളത്തിലെ സ്പെൻസർ എന്നറിയപ്പെടുന്നത് ഉള്ളൂറാണ്. മലയാളത്തിലെ സ്പെൻസർ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ. സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986 ഓഗസ്റ്റ് ആണ്. 1986 ഓഗസ്റ്റ്. കോമൺവെൽത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് വിൽസൺ ആണ്. കോമൺവെൽത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഹാരോൾഡ് വിൽസൺ. ആദ്യ സിനിമയിലെ അഭിനയത്തിന് തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മലയാള നടി മോനിഷ. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ക്രിക്കറ്റ്. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം രാഹുൽ ദ്രാവിഡാണ്. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരമാണ് രാഹുൽ ദ്രാവിഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം കൊൽക്കത്ത. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം കൊൽക്കത്ത. മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്നത് കോരപ്പുഴയാണ്. മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്നത് കോരപ്പുഴ.
തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി വാമനപുരം നദിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വാമനപുരം നദി. ആര്യഭട്ട ഉപഗ്രഹത്തിൻ്റെ ഭാരം എത്ര കിലോഗ്രാം ആയിരുന്നു? 360 കിലോഗ്രാം ആയിരുന്നു ആര്യഭട്ട ഉപഗ്രഹത്തിൻ്റെ ഭാരം. 360. നിയോറ വാലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. നിയോറ വാലി ദേശീയോദ്യാനം പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് മൺട്രോ തുരുത്താണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് മൺട്രോ തുരുത്ത്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആരെഴുതിയ പുസ്തകമാണ്? VR കൃഷ്ണയ്യർ ആണ്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് VR കൃഷ്ണയ്യർ. വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വീരേശലിംഗം. വിവേകവർദ്ധിനി വീരേശലിംഗം. ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂരാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂർ. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. മലയാളം, സംസ്കൃതം. ഏത് നദിയുടെ തീരത്താണ് ആഗ്ര? ആഗ്ര സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. യമുന. ഇന്ത്യയിലെ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത്? കാർഷിക കടമാണ്. കാർഷിക കടം. ആദ്യത്തെ വേദം ഋഗ്വേദമാണ്. ആദ്യത്തെ വേദം ഋഗ്വേദം. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. കൂടൽ കമ്മീഷൻ ഏതിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിച്ചതാണ് കൂടൽ കമ്മീഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി പനാജിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് പനാജി. ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗുരുസാഗരം രചിച്ചത് OV വിജയനാണ്. ഗുരുസാഗരം ആരുടെ കൃതിയാണ്? OV വിജയൻ. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തിയാണ് തകഴി. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ്. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കുട. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കുട. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ്. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് അറബിക്കടൽ. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറയിലാണ്. കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ. ഇന്തോളജി എന്നാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം. ഇന്തോളജി. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചത് APJ അബ്ദുൽ കലാമാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറിയാണ്. നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായ വർഷം 1948. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായ വർഷമാണ് 1948. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? പള്ളിക്കലാണ്. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത് പള്ളിക്കൽ. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ഏതാണ്? സെറാമിക് ഗ്ലാസ് ആണ് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ്. കഥകളിയുടെ ആദ്യ ചടങ്ങാണ് കേളി. കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് കേളി.
ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയനാണ് AR റഹ്മാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. പഞ്ചകല്യാണി നിരൂപം എന്ന കൃതിയുടെ കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബോസ് ആണ്. രാജ് നാരായൺ ബോസ്. ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് മാക്യവെല്ലി. കേരളത്തിലെ അശോകൻ എന്ന് വിളിക്കപ്പെട്ടത് വരഗുണനാണ്. കേരളത്തിലെ അശോകൻ എന്ന് വിളിക്കപ്പെട്ടത് വരഗുണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജ ഹരിചന്ദ്ര. ആൽക്കഹോൾ നിർമ്മാണത്തിലെ ഉപോൽപ്പന്നമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ആഷസ് ക്രിക്കറ്റ്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ളതാണ് ആഷസ് ക്രിക്കറ്റ് മത്സരം. യൂറി ഗഗാറിന് ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം വോസ്റ്റോക്ക് 1 ആണ്. വോസ്റ്റോക്ക് 1. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭാരത് മാതാ സൊസൈറ്റി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ അജിത് സിംഗ്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് പട്ടങ്ങൾ ഒരുമിച്ച് കിട്ടിയ വർഷം 1994. ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളം 20.12 മീറ്റർ അല്ലെങ്കിൽ 22 യാർഡ്സ് ആണ്. 20.12 മീറ്റർ അല്ലെങ്കിൽ 22 യാർഡ്സ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ്. ഇന്റർനാഷണൽ കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജിയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അവസാനത്തെ ചോദ്യം, വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.